സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ. കർണാടകയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. ഉച്ചയ്ക്ക് 1:30 മുൻപ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശം സ്പീക്കർ തള്ളി. ചർച്ചയ്ക്ക് ശേഷം ശബ്ദ വോട്ടെടുപ്പ് നടക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു. എന്നാൽ ചർച്ച തിങ്കളാഴ്ചയിലേക്ക് നീളുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. യൂണിവേഴ്സിറ്റി സംഭവത്തിൽ ഗവർണറുടെ ഇടപെടൽ. PSC ചെയർമാനെയും കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെയും ഗവർണർ വിളിപ്പിച്ചു. VC ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിലെത്തും. സ്ഥലത്തില്ലാത്തതിനാൽ PSC ചെയർമാൻ തിങ്കളാഴ്ച ഗവർണറെ കാണും. ബീഹാറിലും മധ്യപ്രദേശിലും വീണ്ടും ആൾക്കൂട്ട ആക്രമണം. ബീഹാറിലെ സരൺ ജില്ലയിൽ പശുവിനെ മോഷ്ടിച്ചെന്നാരോപിച്ച് 3 പേരെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മധ്യപ്രദേശിലെ നീമച്ചിൽ ആടിനെ മോഷ്ടിച്ചെന്നാരോപിച്ച് 3 യുവാക്കൾക്ക് ആൾക്കൂട്ടത്തിന്റെ ക്രൂരമർദ്ദനം. SFIയിൽ സാമൂഹിക വിരുദ്ധരുടെ നുഴഞ്ഞുകയറ്റമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇത്തരക്കാർക്കെതിരെ സംഘടന ജാഗ്രത പാലിക്കണം. ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണിതെന്നും യോഗം വിലയിരുത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സമരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സഭാ നേതൃത്വം. സ്ഥിരം സിനഡ് നിയോഗിക്കുന്ന മധ്യസ്ഥൻ വൈദികരുമായി ചർച്ച നടത്തും. പ്രശ്നം ചർച്ച ചെയ്യാൻ അല്പസമയത്തിനകം സ്ഥിരം സിനഡ് യോഗം ചേരും. കുൽഭൂഷൺ ജാദവിന് നയതന്ത്ര സഹായം നൽകുമെന്ന് പാകിസ്ഥാൻ. നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണെന്നും അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കുൽഭൂഷണെ അറിയിച്ചെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി മാനിച്ചാണ് നടപടിയെന്നും പാകിസ്ഥാന്റെ വിശദീകരണം. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി സമയക്രമം തീരുമാനിച്ചു. 9 മാസത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിചാരണ കോടതി ജഡ്ജിയുടെ കാലാവധിയും സുപ്രീംകോടതി നീട്ടി നൽകി. മുസ്ലിം ലീഗ് UDF വിട്ട് LDFിൽ ചേരേണ്ട സമയം അതിക്രമിച്ചെന്ന് മന്ത്രി KT ജലീൽ. ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കാൻ LDFിന് മാത്രമേ സാധിക്കൂവെന്നും ജലീൽ പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിച്ച മന്ത്രി കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും 24നോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് പോലീസിന്റെ കസ്റ്റഡിയിൽ. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ഗ്രാമത്തിൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനെത്തിയ പ്രിയങ്കയെ പോലീസ് തടയുകയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയാണ് പ്രിയങ്ക സന്ദർശിക്കാനെത്തിയത്. പോലീസ് തന്നെ തടഞ്ഞതിനുള്ള കാരണം വ്യക്തമല്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സമർപ്പിച്ച കോടതിയിലക്ഷ്യ ഹർജിയിൽ ആമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. ബൈലോ ഭേദഗതി ചോദ്യം ചെയ്താണ് മുൻ ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത്. D. രാജ CPI ജനറൽ സെക്രട്ടറിയാകും. ഇന്നു ചേർന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. ഇന്ന് ചേരുന്ന CPI ദേശീയ കൌൺസിലിനും എക്സിക്യൂട്ടീവിനും ശേഷം അന്തിമ പ്രഖ്യാപനമുണ്ടാകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും വരും മണിക്കൂറുകളിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണം പവന് 26,120 രൂപയിലെത്തി. ഗ്രാമിന് 3,265 രൂപയാണ് ഇന്നത്തെ വില. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് വിലയിലെ കുതിപ്പിന് കാരണം. യൂണിവേഴ്സിറ്റി കോളേജിലെ പരീക്ഷാ കേന്ദ്രം PSC മാറ്റി. നാളെ നടക്കാനിരുന്ന ഹൌസിംഗ് ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷാ കേന്ദ്രമാക്കിയിരുന്നു. എന്നാൽ ഇത് ഒഴിവാക്കാൻ PSC തീരുമാനിച്ചിരുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടക്കാല ഉത്തരവ് വേണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് നടപ്പാക്കാൻ കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ വരുത്തുന്ന ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് NSS ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരാവകാശ നിയമം ദുർബലപ്പെടുത്താനുള്ള നീക്കവുമായി വീണ്ടും കേന്ദ്ര സർക്കാർ. വിവാദത്തെ തുടർന്ന് നേരത്തെ പിന്മാറിയ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. നിയമത്തിലെ 13, 16 വകുപ്പുകളിൽ ഭേദഗതി ചെയ്ത് കമ്മീഷണർമാരുടെ സേവന കാലാവധിയും വേതന സേവന വ്യവസ്ഥകളും നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ലാണ് ഇത്. ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിനെ രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ താരം ആലൻ ഡൊണാൾഡ്, ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്ന കാത്രിൻ ഫിറ്റ്സ് പാട്രിക് എന്നിവരെയും സച്ചിനൊപ്പം ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. കാസർഗോഡ് ജില്ലാ കളക്ടർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി എൻഡോസൾഫാൻ ദുരിതബാധിതർ. സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളും സുപ്രീംകോടതി വിധിയും കളക്ടർ ലംഘിക്കുകയാണെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു.
കോഴിക്കോട്ടെ ഗവേഷണ സ്ഥാപനമായ കിർത്താഡ്സിലെ PSC നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ശരിവെച്ച് വിവരാവകാശ രേഖകൾ. യോഗ്യതയില്ലാതെ 3 മുൻ SFI പ്രവർത്തകർ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമനം നേടിയെന്നാണ് പരാതി. 3 വർഷത്തെ ഗവേഷണ പരിചയം ഇവർക്കില്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സന്നാഹം ശക്തമാക്കി. എല്ലാ അനക്സുകളിലും മെറ്റൽ ഡിറ്റക്ടറുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കാൻ നടപടിയെടുക്കും. കഴിഞ്ഞ ദിവസം KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ മന്ത്രിസഭായോഗം നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും കസ്റ്റഡി മരണങ്ങൾക്കും ഇടവരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് സർക്കാരിനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം കൈമാറിയത്. MLAയുടെ മകൻ എന്ന് കാറിൽ സ്റ്റിക്കർ പതിച്ചതായി പരാതി. ഡൽഹി നിയമസഭാംഗം രാം നിവാസ് ഗോയലിന്റെ പേരിലാണ് വിവാദം. അകാലിദൾ MLA ആണ് കാറിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തത്. ഗരീബ് രഥ് എക്സ്പ്രസ് നിർത്തലാക്കുന്നു. ഘട്ടം ഘട്ടമായി പൂർണ്ണമായി നിർത്തലാക്കുകയോ മെയിലുകളോ എക്സ്പ്രസ് ട്രെയിനുകളോ ആക്കി മാറ്റുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഗരീബ് രഥിന്റെ കോച്ചുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ദേശീയ പൌരത്വ പട്ടിക പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. പട്ടികയിൽ അനർഹർ കടന്നുകൂടിയെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ഇന്ത്യയെ അഭയാർത്ഥികളുടെ തലസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ കുറഞ്ഞു. പ്രളയത്തിലായിരുന്ന ബീഹാറിലെയും അസമിലെയും പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം താഴ്ന്നു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിച്ചു. പാർലമെന്റ് ഭവനിൽ വച്ചായിരുന്നു സന്ദർശനം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും ഫട്നാവിസ് സന്ദർശിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾക്ക് വധശിക്ഷ നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ബിൽ രാജ്യസഭയിൽ. കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചാൽ 7 വർഷം തടവും പിഴയും നൽകാനും നിർദ്ദേശമുണ്ട്. കൂട്ട കോപ്പിയടി ആരോപണത്തെ തുടർന്ന് ഗുജറാത്തിൽ ആയിരക്കണക്കിന് +2 വിദ്യാർത്ഥികളുടെ ഫലപ്രഖ്യാപനം അധികൃതർ തടഞ്ഞു. കുട്ടികളുടെ ഉത്തരങ്ങളും തെറ്റുകളുമെല്ലാം ഒരുപോലെയായതിനെ തുടർന്നാണ് പരീക്ഷയിൽ കോപ്പിയടി നടന്നെന്ന് മനസ്സിലായത്. പരീക്ഷ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. പശ്ചിമബംഗാളിൽ 13 മിനി സ്ക്രീൻ താരങ്ങളെ പാർട്ടിയിലെത്തിച്ച് BJP. മമതാ ബാനർജി സിനിമാ താരങ്ങളെ MPമാരാക്കിയതിന് മറുപടിയായാണ് BJPയുടെ നീക്കം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നതും BJPയുടെ ലക്ഷ്യമാണ്. ആന്ധ്രാപ്രദേശ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ്സ് ഗവർണറായി മുകേഷ് കുമാർ മീണയെ നിയമിച്ചു. 1988 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് മുകേഷ് കുമാർ മീണ. ബംഗളൂരുവിലെ IMA ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമസ്ഥൻ മുഹമ്മദ് മൻസൂർ ഖാൻ അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ ദുബായിൽ നിന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. മൻസൂർ ഖാനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു വരികയാണ്. ആന്ധ്രാപ്രദേശ് തലസ്ഥാനമായ അമരാവതിയുടെ നിർമ്മാണത്തിനുള്ള ലോകബാങ്ക് സഹായം നിർത്തുന്നുവെന്ന് സൂചന. $30 കോടി സഹായമാണ് ബാങ്ക് പ്രഖ്യാപിച്ചിരുന്നത്. അമരാവതിയുടെ നിർമ്മാണത്തിനായി കർഷകരുടെ ഭൂമി ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായി പരാതികൾ ലോകബാങ്കിന് ലഭിച്ചിരുന്നു. ഒന്നിലേറെ അക്കൗണ്ടുകളിൽ നിന്നായി 1 കോടിക്ക് മേൽ പണം പിൻവലിച്ചാലും 2% നികുതി ഈടാക്കും. ഇതിനായി ബജറ്റ് നിർദ്ദേശത്തിൽ ഭേദഗതി വരുത്തി. വ്യാഴാഴ്ച പാസാക്കിയ ധനകാര്യ ബില്ലിലാണ് ഭേദഗതി കൊണ്ടുവന്നത്. ESI പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് മെഡിക്കൽ കോളേജുകളിലുള്ള 20% ക്വാട്ടയിലെ പ്രവേശനം തടഞ്ഞ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്ക് സ്റ്റേ. ഡിവിഷൻ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം പുനരാരംഭിക്കാൻ ESI കോർപ്പറേഷൻ നടപടി തുടങ്ങി. മുംബൈ ഭീകരാക്രമണത്തിന് സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തുവെന്ന റിപ്പോർട്ട് നാടകമാണോ എന്ന് സംശയമുണ്ടെന്ന് ഇന്ത്യ. 2001 ശേഷം 8 തവണയിൽ കൂടുതൽ ഹാഫിസ് സയ്യിദ് അറസ്റ്റിലായെന്ന വാർത്ത വന്നിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. ഓഗസ്റ്റ് 5 നടക്കുന്ന വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം മത്സരിക്കില്ലെന്നറിയിച്ചു. മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെ അവസാനിച്ചു.
ഉറക്കമിളച്ച് യൂട്യൂബ് കാണുന്നത് വീട്ടുകാർ വിലക്കിയതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിയെ കണ്ടെത്തി. ഷാർജയിൽ നിന്ന് കാണാതായ ബീഹാർ സ്വദേശി മുഹമ്മദ് പർവേസ് ആലമിനെയാണ് കണ്ടെത്തിയത്. 2 ആഴ്ച മുമ്പാണ് പർവേസിനെ കാണാതായത്. അമേരിക്കൻ കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിനെതിരായ വംശീയ പരാമർശത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം രൂക്ഷം. വിവാദ പരാമർശങ്ങൾ കൊണ്ട് തന്നെ ഭയപ്പെടുത്താൻ ട്രംപിന് കഴിയില്ലെന്ന് ഇൽഹാൻ ഒമർ പറഞ്ഞു. ഇൽഹാന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. വിദേശ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തുവെന്ന അവകാശവാദവുമായി ഇറാൻ. അനധികൃതമായി എണ്ണ കടത്താൻ ശ്രമിച്ച കപ്പൽ പിടിച്ചെടുത്തുവെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയുടെ അവകാശവാദം. കപ്പലിലുണ്ടായിരുന്ന 12 ജോലിക്കാരും പിടിയിലായെന്നാണ് സൂചന. ജപ്പാനിലെ ക്യോട്ടോയിൽ അനിമേഷൻ സ്റ്റുഡിയോയിലുണ്ടായ തീപിടുത്തത്തിൽ 33 പേർ മരിച്ചു, നിരവധി പേർക്ക് പരുക്കേറ്റു. സംഭവത്തിൽ പ്രധാനമന്ത്രി ഷിൻസോ ആബെ അനുശോചനം രേഖപ്പെടുത്തി. അമേരിക്കയ്ക്കെതിരെ പുതിയ ആരോപണവുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് സരീഫ്. ഇറാൻ പൌരന്മാരെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യമാണ് അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് പിന്നിലെന്ന് സരീഫ് പറഞ്ഞു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിലാണ് സരീഫിന്റെ ആരോപണം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഷഹീദ് അബ്ബാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. LNG ഇറക്കുമതി കരാറുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് അറസ്റ്റ്. അമേരിക്കയും കാനഡയും തങ്ങളുടെ രാജ്യത്ത് തള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരിച്ചയക്കാൻ ഒരുങ്ങി കംബോഡിയ. ഇരു രാജ്യങ്ങളും കംബോഡിയയിൽ നിക്ഷേപിച്ച 1600 ടണ്ണോളം വരുന്ന മാലിന്യ കൂമ്പാരമാണ് കംബോഡിയ തിരിച്ചയക്കുന്നത്. F-35 ഫൈറ്റർ ജെറ്റ് പദ്ധതിയിൽ നിന്ന് തുർക്കിയെ പുറത്താക്കി അമേരിക്ക. റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങിയതിനുള്ള പ്രതികാരമായാണ് അമേരിക്കയുടെ നടപടി. കേരളത്തിൽ നിന്നുള്ള വനിതാ തീർത്ഥാടകരുടെ ആദ്യ സംഘം മക്കയിലെത്തി. ഇവർക്ക് പുണ്യസ്ഥലങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിൽ താൽക്കാലിക തൊഴിൽ വീസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തൊഴിൽ മന്ത്രാലയം. കൂടുതൽ മേഖലകൾക്ക് 6 മാസത്തെ കാലാവധിയുള്ള സീസണൽ തൊഴിൽ വീസകൾ അനുവദിക്കാനാണ് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ നീക്കം. ഹോർമുസ് കടലിടുക്കിൽ വ്യോമപരിധി ലംഘിച്ച ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു. എണ്ണക്കടത്ത് ആരോപിച്ച് പിടികൂടിയ വിദേശ കപ്പൽ മോചിപ്പിക്കണമെന്ന അന്ത്യശാസനം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഡ്രോൺ തകർത്തുവെന്ന അവകാശവാദവുമായി അമേരിക്ക രംഗത്തെത്തിയത്. എക്സ്പോ 2020 പ്രധാന വേദി സന്ദർശിക്കാൻ UAE-യിലെ പൊതുജനങ്ങൾക്ക് അവസരമൊരുങ്ങുന്നു. സൗജന്യ ബസ് ടൂറാണ് വേനൽക്കാലത്ത് എക്സ്പോ അധികൃതർ പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ നിലവിലുള്ള സ്പോൺസർഷിപ്പ് സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് ഷൂറ കൌൺസിൽ അംഗം ഡോക്ടർ ഫഹദ് ബിൻ ജുമ ആവശ്യപ്പെട്ടു. രാജ്യത്ത് വിദേശികൾ നടത്തുന്ന ബിനാമി സംരംഭങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് ആവശ്യം. 15ാമത് ലിവ ഡേറ്റ്സ് ഫെസ്റ്റിവലിന് തുടക്കമായി. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ മേൽനോട്ടത്തിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് ഗൾഫിൽ ജോലി ഉറപ്പാക്കാൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പിന്നാക്കക്ഷേമ മന്ത്രി AK ബാലൻ. 1300 പട്ടികജാതി വർഗ യുവാക്കളുടെ ഗൾഫിൽ ഒരു ജോലി എന്ന സ്വപ്നം ഉടൻ പൂവണിയിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സൗദിയിൽ ഹജ്ജ് തീർത്ഥാടകർ എത്തിയതോടെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ 4 എയർപോർട്ടുകളിൽ സന്ദർശക വീസയിൽ എത്തുന്നവർക്ക് വിലക്ക്. ഓഗസ്റ്റ് 12 വരെ വിലക്ക് തുടരുമെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ദുബായിൽ ഗതാഗത പിഴയുടെ വിശദാംശങ്ങൾ അറിയാൻ ഇനി വാട്സാപ്പ് സൗകര്യവും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് വാട്സാപ്പ് സേവനം ഏർപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ലോകത്തെ ധനികരിൽ ബിൽ ഗേറ്റ്സ് 3ാം സ്ഥാനത്ത്. ബ്ലൂംബർഗ് ബില്യണയർ സൂചികയിലാണ് ബിൽ ഗേറ്റ്സ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഫ്രാൻസിന്റെ ബെർണാർഡ് ആർണോട്ടാണ് ബിൽ ഗേറ്റ്സിനെ മറികടന്ന് 2ാമതെത്തിയത്. ഓഹരി വിപണിയിൽ നഷ്ടത്തോടെ തുടക്കം. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 38,765-ലും നിഫ്റ്റി 39 പോയിന്റ് നഷ്ടത്തിൽ 11,587-ലുമാണ് വ്യാപാരം നടക്കുന്നത്. BSE-യിലെ 554 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 891 ഓഹരികൾ നഷ്ടത്തിലുമാണ്. നവമാധ്യമ രംഗത്ത് തരംഗമായ ഫേസ് ആപ്പിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട അമേരിക്ക സെനറ്റർ. റഷ്യയിൽ നിന്നുള്ള ആപ്പിന് US പൌരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ലഭിക്കുന്നത് ആശങ്കാജനകമാണെന്നും അതിനാൽ FBI അന്വേഷണം നടത്തണമെന്നും സെനറ്റിലെ ന്യൂനപക്ഷ നേതാവായ ചക്ക് ഷമ്മർ ആവശ്യപ്പെട്ടു.
ആദായ നികുതി റിട്ടേൺ സമർപ്പണത്തിന് ഇനി 2 ആഴ്ച കൂടി. ജൂലൈ 31 വരെയാണ് നികുതി റിട്ടേൺ സമർപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളത്. അതേസമയം തീയതി നീട്ടിയേക്കുമെന്നും സൂചനയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ നിർണായകമായ ബാങ്ക് ദേശസാത്കരണത്തിന് ഇന്ന് 50 വയസ്സ്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്തെ 14 സ്വകാര്യ ബാങ്കുകൾ ദേശസാത്കരിക്കാൻ തീരുമാനിച്ചത്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധുവിന് ഇന്ന് ക്വാർട്ടർ പോരാട്ടം. ജാപ്പനീസ് താരം നൊസോമി ഓക്കുഹാരയാണ് ക്വാർട്ടറിൽ സിന്ധുവിന്റെ എതിരാളി. ലോക റാങ്കിങ്ങിൽ സിന്ധു 5-ാമതും ഓക്കുഹാര 2-ാം സ്ഥാനത്തുമാണ്. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം മാറ്റി. നാളെയോ മറ്റന്നാളോ യോഗം ചേർന്നേക്കുമെന്നാണ് സൂചന. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനെ ലോക ചാമ്പ്യന്മാരാക്കിയ പരിശീലകൻ ട്രെവർ ബെയ്ലിസ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ പ്രധാന പരിശീലകനാകും. ടോം മൂഡിക്ക് പകരമാണ് ബെയ്ലിസിന്റെ നിയമനം. രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ സിംബാബ്വെ ക്രിക്കറ്റ് അസോസിയേഷന് വിലക്ക് ഏർപ്പെടുത്തി. ക്രിക്കറ്റ് ബോർഡിൽ സിംബാബ്വെ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ് നടപടിയിലേക്ക് നയിച്ചത്. ലണ്ടനിൽ നടക്കുന്ന ICC വാർഷിക യോഗത്തിലാണ് തീരുമാനം. 2022 ഖത്തർ ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങൾ സെപ്റ്റംബറിൽ ആരംഭിക്കും. ഇന്ത്യ ഗ്രൂപ്പ് ഇയിൽ ഖത്തർ, ഒമാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവർക്കൊപ്പം കളിക്കും. 40 ടീമുകളാണ് യോഗ്യതാ മത്സരത്തിനുണ്ടാവുക. ഇനി ജില്ലാ വാർത്തകൾ. വിഴിഞ്ഞത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 4 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി. പുതിയതുറ സ്വദേശികളായ ലൂയിസ്, ബെന്നി, കൊച്ചുപള്ളി സ്വദേശികളായ യേശുദാസൻ, ആന്റണി എന്നീ മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായത്. കേരളത്തിലെ ജനമൈത്രി പോലീസിംഗിനെ കുറിച്ച് പഠിക്കാനും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും ടാൻസാനിയൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സംഘം ജനമൈത്രി സുരക്ഷാ സമിതി മീറ്റിംഗ്, ബീറ്റ് മീറ്റിംഗ്, ഭവന സന്ദർശനം എന്നിവയിൽ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ ആരോഗ്യവകുപ്പ് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 1000 കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പിടിച്ചെടുത്തു. ക്യാരി ബാഗുകൾ പിടിച്ചെടുത്ത കടകൾക്കെതിരെ 60,000 രൂപ പിഴ ചുമത്തി. കരുനാഗപ്പള്ളിയിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. കുലശേഖരപുരം സ്വദേശി അജയ് ചന്ദ്രനാണ് മരിച്ചത്. ചുറ്റുമല റെയിൽവേ ക്രോസിന് തെക്ക് ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം കടക്കിലിൽ 50 ലക്ഷം രൂപ വിലമതിക്കുന്ന വൻ പാൻ മസാല പിടികൂടി. മൊത്ത വ്യാപാരികളായ അല്ലമീൻ, രാകേഷ് നായർ എന്നിവരാണ് ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ പിടിയിലായത്. നെടുവത്തൂരിൽ ചാലക്കോണത്ത് വീടിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതായി പരാതി. ചാലക്കോണത്ത് റഫിയുടെ വീടിനാണ് അജ്ഞാതർ തീയിട്ടത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ ഒറ്റത്തേക്ക് സ്റ്റേഡിയത്തിന്റെ ഗാലറി നിർമ്മാണം പൂർത്തിയായി. കാട് മൂടിക്കിടന്ന സ്റ്റേഡിയത്തിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ മുടക്കിയാണ് ഗാലറി നിർമ്മിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ 4 KSRTC ജീവനക്കാർക്ക് പുഷ്പഗിരി ആശുപത്രി ഗുഡ് സമരിറ്റൻ പുരസ്കാരം നൽകി ആദരിച്ചു. KSRTC ജീവനക്കാരായ ബിനുപ്രകാശ്, ഷാജുദ്ദീൻ, KJ മാത്യു, സഖറിയ എന്നിവർക്ക് CI PR സന്തോഷ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ ഹെൽത്ത് കേഡറ്റ് പദ്ധതിക്ക് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ തുടക്കം. ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി ഷാമുവൽ ഉദ്ഘാടനം ചെയ്തു. പാലാ സഹൃദയ സമിതി സുവർണ ജൂബിലി വെട്ടൂർ രാമൻ നായർ പുരസ്കാര പ്രഗിൻനാഥിന്റെ പെൺചിലന്തി എന്ന കഥയ്ക്ക്, ആര്യ ഗോപിയുടെ ഊർവര ശരണം എന്ന കവിതയ്ക്ക് KN സുകുമാരൻ നായർ സ്മാരക പുരസ്കാരവും ലഭിച്ചു. ഓഗസ്റ്റ് 10 പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ കരിക്കാട് ടോപ്പിന് സമീപം മണ്ണിടിഞ്ഞു വീണു. സംഭവത്തിൽ റോഡ് ഗതാഗതം സ്തംഭിച്ചു. റോഡിൽ നിന്ന് മണ്ണ് നീക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച വ്യാജ ശർക്കരയുടെ വിൽപ്പന മറയൂരിലെ കർഷകരും വ്യാപാരികളും തടഞ്ഞു. മറയൂർ ശർക്കരയുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നതായുള്ള പരാതിയെ തുടർന്നാണ് മറയൂർ നിവാസികളുടെ പ്രതിരോധ നടപടി. വാഗമണ്ണിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 2 പേർക്ക് പരുക്കേറ്റു. ഫോഴ്സ് കമ്പനിയുടെ കേരള വിഭാഗം തലവൻ ഗുജറാത്ത് സ്വദേശി ദീപക് സിംഗ് ഠാക്കൂറാണ് മരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എക്സൈസുമായി ചേർന്ന് സ്കൂൾ പരിസരങ്ങളിൽ പരിശോധന നടത്തി. കായംകുളം, മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളുകളുടെ സമീപ പ്രദേശങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ചേർത്ത വസ്തുക്കൾ വിൽക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന.
ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത് മൂലം കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ നെട്ടോട്ടത്തിൽ. എത്രയും വേഗം പണികൾ തീർത്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി. കായംകുളത്ത് UDF കൌൺസിലർമാർ നടത്തിവന്ന 48 മണിക്കൂർ രാപ്പകൽ സമരം അവസാനിച്ചു. കായംകുളം നഗരസഭയിൽ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർദ്ദേശിച്ച സോണൽ മാറ്റി കമേഴ്ഷ്യൽ സോണാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. നാടൻ പശുക്കളുടെ പാലും പാലുൽപ്പന്നങ്ങളും വിറ്റഴിക്കാൻ ആലപ്പുഴയിൽ കർമ്മ പരിപാടി. ഗാന്ധി സ്മാരക പ്രകൃതി കർഷക നാടൻ പശു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കമ്പനിക്ക് രൂപം നൽകി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക. എറണാകുളം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 5.04 ലക്ഷം രൂപയുടെ വിദേശ കറൻസിയുമായി 2 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ ശരവണൻ, ശിവകുമാർ എന്നിവരാണ് പിടിയിലായത്. അത്താണിയിൽ ദേശീയപാത മുറിച്ചു കടക്കവേ മധ്യവയസ്കൻ KSRTC ബസ് ഇടിച്ച് മരിച്ചു. അയ്യമ്പുഴ കുഴിക്കാടൻ വീട്ടിൽ സുദർശനാണ് മരിച്ചത്. ആലുവ ഭാഗത്തു നിന്ന് വന്ന ബസ്സാണ് സുദർശനെ ഇടിച്ചത്. എറണാകുളം ജില്ലയിൽ 12 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. ബംഗാൾ സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് ബോധവത്കരണ പരിപാടികൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ദേശീയ ജലപാതയുടെ റൂട്ട് കാണിക്കാൻ കായലിൽ നാട്ടിയ അടയാള ബോയകൾ ദിശ തെറ്റി ഒഴുകുന്നു. ബോട്ടുകൾ വഴിതെറ്റി അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ആലുവ കമ്പനിപ്പടി കവലയിൽ ദേശീയപാതയ്ക്ക് മുകളിലൂടെ ആകാശപാത നിർമ്മിക്കാൻ പഞ്ചായത്ത് രൂപരേഖ തയ്യാറാക്കി. 1 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഹോളി ക്രിസന്റ് കോളേജ് ഓഫ് ആർക്കിടെക്റ്റാണ് പദ്ധതിക്ക് വേണ്ടി രൂപരേഖ നിർമ്മിച്ചത്. പള്ളുരുത്തിയിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം എരമല്ലൂർ കാക്കത്തുരുത്ത് കായലിൽ നിന്ന് കണ്ടെത്തി. പള്ളുരുത്തി സ്വദേശി എബ്രഹാം ആന്റണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൃശൂർ എടവിലങ്ങ് പഞ്ചായത്ത് അംഗം TM ഷാഫിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്തുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഒരാഴ്ച നീളുന്ന ലയം ചിത്രശില്പകലാ ക്യാമ്പിന് തൃശൂർ ലളിതകലാ അക്കാദമി അങ്കണത്തിൽ തുടക്കമായി. അംഗപരിമിതരായ ചിത്രകരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ചിത്രകാരും മുഖ്യധാര കലാകാരന്മാരും അടക്കം നിരവധി പ്രതിഭകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കൈക്കൂലി വാങ്ങിയതിന് വാൽപ്പാറ റേഞ്ചിലെ അട്ടക്കെട്ടി ഫോറസ്റ്റ് ട്രെയിനിംഗ് സെന്റർ റേഞ്ചർ ശക്തി ഗണേശിനെ അറസ്റ്റ് ചെയ്തു. ടാറ്റ കോഫി എക്സ്ചേഞ്ചിൽ നിന്ന് മരം മുറിക്കുന്നതിന് 1,30,000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് അറസ്റ്റ്. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരണം വൈകുന്നു. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പ്രാരംഭ സർവേ മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. 53 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. SFI UDSF സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അടച്ചത്. ജൂലൈ 23-ന് രക്ഷിതാക്കളുടെ യോഗം വിളിച്ചതായി പ്രിൻസിപ്പൽ അറിയിച്ചു. പട്ടിക്കാട് 19-ലെ വാടക ക്വാർട്ടേഴ്സിൽ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. സേലം സ്വദേശി വിക്കൊങ്കരപ്പെട്ടി മാദേശിനെ കൊലപ്പെടുത്തിയ കേസിൽ ബന്ധുവായ ധർമ്മപുരി സ്വദേശി മൂർത്തിയാണ് അറസ്റ്റിലായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി ഗോരക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. ഗോരക്ഷ പദ്ധതി കുത്തിവയ്പിനായി 141 സ്ക്വാഡുകളാണ് ജില്ലയിൽ രൂപീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് 1 മുതൽ +2 വരെയുള്ള മുഴുവൻ ക്ലാസ് മുറികളും ഹൈടെക് ആകുന്ന ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. കോഴിക്കോട് കുണ്ടുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്റ്റേറ്റ് റിവ്യൂ മിഷൻ അംഗങ്ങൾ വയനാട് ജില്ലയിൽ. കേന്ദ്ര സർക്കാരിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റിൽ കേന്ദ്ര സംഘം ജില്ലയിൽ എത്തുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ് റിവ്യൂ മിഷൻ ജില്ലയിൽ എത്തിയത്. കണ്ണൂരിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബ്രൌൺ ഷുഗറുമായി 3 യുവാക്കൾ പിടിയിൽ. കണ്ണൂർ സ്വദേശി PR മുഹമ്മദ് നജ്മാൻ, CT സജാദ്, KB ലാൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന 20 ഗ്രാം ബ്രൌൺ ഷുഗർ പിടിച്ചെടുത്തു. കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് കൌൺസിലിന് വിട്ടു നൽകുന്നതിന് കരട് രൂപരേഖ തയ്യാറായി. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റേഡിയം. സ്പോർട്സ് ഡയറക്ടറേറ്റ് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളിൽ ഭേദഗതികൾ വരുത്തിയാണ് രൂപരേഖ തയ്യാറാക്കിയത്.
സ്വകാര്യ ബസ്സിൽ രേഖകളില്ലാതെ കടത്തിയ 18 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിൽ. കണ്ണൂർ സ്വദേശികളായ ഇസഹാഖ്, അൻസാരി എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്ന പണമാണ് ഇരിട്ടിയിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. കണ്ണൂർ പാനൂരിൽ 6 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തളിപ്പറമ്പ് സ്വദേശി അബ്ദുൾ ജാഫറാണ് പിടിയിലായത്. പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടിയത്. കോട്ടച്ചേരി നഗരസഭയുടെ മത്സ്യമാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനയിൽ പഴകിയ 8 ഇനം മത്സ്യങ്ങൾ പിടിച്ചെടുത്തു. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടവേള ശേഷം 24 റൗണ്ടപ്പുമായി റീജിത്ത് എത്തും. നമസ്കാരം.